ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ നമ്മുടെ നൊവേനയുടെ 4-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നേ ദിവസം വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് എല്ലാ സമർപ്പിതരെയുമാണ്. സമർപ്പിത ജീവിത വഴികളിൽ ആയിരിക്കുന്നവർ, എല്ലാ വൈദികരെയും സന്യസ്തരെയും, എല്ലാ വൈദിക വിദ്യാർത്ഥികളെയും, എല്ലാ സന്യാസിനി വിദ്യാർത്ഥിനികളെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷം. അതോടൊപ്പം തന്നെ നമ്മുടെ കേരള സഭയിൽ നിന്ന് ലോകമെമ്പാടും ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. പ്രേക്ഷിതരായിട്ട്, മിഷണറിമാരായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവർ, ഏകസ്ഥരായിട്ടൊക്കെ ബ്രദേഴ്സൊക്കെ ആയിട്ട് ശുശ്രൂഷ ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട് ലോകമെമ്പാടും. അവരെല്ലാവരെയും ഓർത്ത് നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നുള്ളവരുണ്ടാകാം, നമ്മൾ അറിയുന്നവരുണ്ടാകാം, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരുണ്ടാകാം, നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ടാകാം. അവരൊക്കെ ദൈവതിരസ് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് ചേർന്ന് വളരെ പ്രത്യേകമായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് നൊവേന പ്രാർത്ഥന ചൊല്ലാം. വിശുദ്ധനായ താതാ സെബസ്ത്യാനോസ് പുണ്യാത്മാവേ, പാദധാരിൽ അണയും മക്കളെ കാത്തിടണേ. ക്രിസ്തുവിൻ ധീരസാക്ഷി, വിശ്വാസ സംരക്ഷക, പാരീരു മാതൃകയേ, മാധ്യസ്ഥമേകിടണേ. സുവിശേഷ ചൈതന്യത്തിൽ നിത്യം വളർന്നിടുവാൻ വന്ധ്യനാം പുണ്യതാതാ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപരെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സർവ്വ നന്മകളുടെയും നിക്ഷേപമായ ദിവ്യേശോയെ, അത്യന്ത ഭക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ അങ്ങയെ ഞങ്ങൾ സ്തുതിച്ചാരാധിക്കുന്നു. മഹത്വമുള്ള വേദസാക്ഷിയും തീഷ്ണത നിറഞ്ഞ അൽമായ പ്രേക്ഷിതനുമായ വിശുദ്ധ സെബസ്ത്യാനോസിനെ ഞങ്ങൾക്ക് മധ്യസ്ഥനായി നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നന്ദിഹീനരായ മനുഷ്യർ അങ്ങേ അളവറ്റ സ്നേഹത്തെ അവഗണിച്ച് അങ്ങേക്കെതിരായി തെറ്റ് ചെയ്തതിനെയും അങ്ങേ നാമത്തെ നിന്ദിക്കുന്നതിനെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. പാപികളുടെ മനസ്സാന്തരം ആഗ്രഹിക്കുന്ന ദിവ്യരക്ഷക, ഇതാ ഞങ്ങൾ അങ്ങേ പക്കലേക്ക് പിന്തിരിഞ്ഞു വരുന്നു. വഴിതെറ്റിയ ആട്ടിൻകുട്ടിയെ അന്വേഷിക്കുന്ന നല്ലിടയ, ധൂർത്തനായ മകനെ വാത്സല്യത്തോടെ തഴുകുന്ന നല്ല പിതാവേ, ഞങ്ങളെ കൈവിടാതെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. നന്ദിഹീനരായ ഞങ്ങൾക്ക് വേണ്ടി തിരുഹൃദയം മുറിപ്പെടാൻ തിരുമനസ്സായ അങ്ങയുടെ സ്നേഹത്തെയും കരുണയും കുറിച്ച് പാപദുർഗങ്ങൾ നിറഞ്ഞ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധമാക്കി അങ്ങയെ മാത്രം സ്നേഹിപ്പാനും അങ്ങേക്ക് പ്രിയമുള്ള മക്കളായി ഇരിപ്പാനും കൃപ ചെയ്യണമേ. സ്നേഹപിതാവേ, സെബസ്ത്യാനോസ് വഴി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കരുണാപുരം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേൻ. മധ്യസ്ഥ പ്രാർത്ഥന. വിശുദ്ധ വേദസാക്ഷിയും തിരുസഭയുടെ അഭിമാനവും വ്യാധികളെ നീക്കിക്കളയുന്നവനുമായ സെബസ്ത്യാനോസേ, അങ്ങേ മധ്യസ്ഥം വഴി ലഭിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ പ്രസംഗത്താലും സന്മാതൃകളാലും അനേകം പേരെ സത്യസഭയിലേക്ക് ആനയിക്കുവാൻ തിരുമനസ്സായല്ലോ. ദൈവസന്നിധിയിൽ അങ്ങേക്കുള്ള പ്രത്യേകമായ മാധ്യസ്ഥ ശക്തിയാൽ അങ്ങ് അനേകരുടെ ശാരീരികവും ആത്മീയവുമായ രോഗങ്ങളെ സുഖപ്പെടുത്തിയല്ലോ. പാപികളെങ്കിലും അങ്ങേ സഹായം യാചിക്കുന്ന ഞങ്ങളുടെ ആത്മീയവും ശാരീരികമായ രോഗങ്ങളെ സൗഖ്യമാക്കാനും പ്രത്യേകമായി ഞങ്ങളിപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന അനുഗ്രഹം, നമ്മുടെ വ്യക്തിപരമായ നിയോഗം ഈ നിമിഷം വിശുദ്ധ സെബസ്ത്യാനോസ് വഴി ദൈവ തിരുസന്നതയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വളരെ പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം നമ്മൾ സമർപ്പിക്കുന്ന നിയോഗം എല്ലാ സമർപ്പിതരെയും പ്രത്യേകമായിട്ട് ദൈവ തിരുസന്നതയെ സമർപ്പിക്കാം. വൈദിക സന്യാസ ജീവിതങ്ങളിലുള്ളവർ, ലോകത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള വൈദികരെയും സന്യസ്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. സാധിച്ചു കിട്ടുന്നതിന് അങ്ങയുടെ ശരീരത്തിൽ തുളച്ചു കയറിയ അമ്പുകളുടെ യോഗ്യതയാൽ പരമകാരുണ്യന്റെ മുൻപിൽ അങ്ങയെ മാധ്യസ്ഥം വഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുവാമേൻ. സമൂഹ പ്രാർത്ഥന നമുക്ക് ഒന്ന് ചേർന്ന് ഏറ്റുചൊല്ലാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റുചൊല്ലുക. ദൈവസന്നിധിയിൽ ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ, തിരുസഭാ സംരക്ഷകനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ യോഗ്യതകളെ പരിഗണിച്ച് ആ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങേ സഹായം ലഭിക്കുന്നതിനുള്ള കൃപ നൽകണമേ. ആമേൻ. ആമേൻ. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. വിശുദ്ധി വിരിയും പാതകളിൽ ചരിച്ചുനാഥനു സമ്മോദം നിറച്ച പാവനധീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ക്രൂശിതനായൊരു ദൈവത്തിൻ
പൂജിതമാം തിരുമാതൃകയാൽ കുരിശിൻ പാത പുണർന്നവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ആനന്ദത്തിലുമല്ലലിലും പ്രീതി മഹേശനു ചേർത്തൊടുവിൽ നിത്യ കിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിനീതനായ വിശുദ്ധാത്മാ വിരിഞ്ഞു പൊന്തിയ വിൺമലരെ നിറഞ്ഞ നീതി പുണർന്നിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകവും അതിനുടെ ആശകളും ധീരതയാർന്നു വെടിഞ്ഞവനെ വിനയത്തിൻ തിരുമാതൃകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉലകിൻ മോഹനദീപം നീ, ധരയുടെ ശാശ്വത ലവണം നീ, മലയിലുയർന്നൊരു നഗരം നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉപവാസത്തിൻ പാതകളിൽ പ്രാർത്ഥന തീർത്തൊരു ദീപവുമായി പാഞ്ഞു കിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സ്വർഗതലത്തു മഹോന്നതമാ നിക്ഷേപങ്ങൾ നിറച്ചവനെ ചിന്തകൾ വിണ്ണിലുയർത്തിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥ ഞങ്ങളിൽ കനിയേണമേ. പ്രാർത്ഥിക്കാം. സകല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവേ, അങ്ങേ ദാസനായ വിശുദ്ധ സെബസ്ത്യാനോസിനെ വണക്കം ചെയ്യുന്ന അങ്ങേ മക്കളുടെ ബലഹീനതകളെയും തെറ്റുകളെയും കൃപയോടെ നോക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ മൂലം വന്നിരിക്കുന്ന കഷ്ടതകളെ നീക്കി സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥതയാൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സമാപന പ്രാർത്ഥന. നർബോന എന്ന നഗരത്തിൽ ജനിച്ച് വിരോചിതമായ വിശ്വാസം നയിക്കുകയും ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് അനേകായിരങ്ങളെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ച് കഠിനമായ പീഡക സഹിച്ച് രക്തസാക്ഷിത്വം ഒടിച്ചോടിയ സെബസ്ത്യാനോസേ, പാപികളും രോഗികളുമായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സത്യവിശ്വാസത്തിന് വ്യതിചലിച്ച് മന്ദജീവിതം നയിക്കുന്ന ഞങ്ങളുടെ ഉദാസീനത ഞങ്ങൾ മനസ്സിലാക്കുന്നു. പാപ സാഹചര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുമാറി വിശ്വാസജീവിതം നയിക്കുന്നതിന് വേണ്ട അനുഗ്രഹം അങ്ങയുടെ പ്രാർത്ഥന വഴിയായി ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും സാംക്രമിക രോഗങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷപ്രാപിക്കുന്ന അനുഗ്രഹം അങ്ങ് വഴി ഞങ്ങൾക്ക് ലഭിക്കുവാൻ പ്രാർത്ഥിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നാടിനെയും സാംക്രമിക രോഗങ്ങളിൽ നിന്നും അങ്ങേ മധ്യസ്ഥതയാൽ കാത്തുപരിപാലിക്കണമേ. പ്രത്യേകമായി ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന ഏറ്റവും വലിയ ആവശ്യത്തിനായി ഈ അനുഗ്രഹങ്ങൾ പ്രത്യേകമായിട്ടുള്ള നിയോഗം ഈ നിമിഷം ദൈവത്തിരുസന്ധി സമർപ്പിക്കാം. ഒരിക്കൽ കൂടി പരിശുദ്ധ കത്തോലിക്ക സഭ എല്ലാ വൈദികരെ സന്യസ്തരെ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നിന്ന് ദൈവവിളി ലഭിച്ചിട്ടിരിക്കുന്നവരെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാം. പരമപിതാവിൽ നിന്ന് ലഭിച്ചതെന്ന് ഞങ്ങൾക്ക് സമാധാനവും സഹായം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്നേഹസ്വരൂപനാം ദൈവത്തിൻ ദാസനെ പുണ്യാത്മാ സെബസ്ത്യാനോസേ, നിൻ പുണ്യപാദം വണങ്ങുന്നു ഞങ്ങൾ നന്ദിയോടെന്നും മോദാ. തിന്മയ്ക്കെതിരായി ധീരമായി പോരാടി മന്നീതിൽ മാതൃക നൽകി, വിശ്വാസം കാക്കുവാൻ രക്തസാക്ഷിയായി മർത്യർക്കു മാതൃകയായി, എന്നും മർത്യർക്കു മാതൃകയായി. സ്വാർത്ഥത വിട്ടെന്നും നേർവഴി കണ്ടെത്താൻ ഞങ്ങൾക്കു നീ തുണയാകൂ. സ്നേഹത്തിൽ ജീവിതം നിത്യം നയിക്കുവാൻ നൽവരമേകണേ താതാ, എന്നും നൽവരമേകണേ താതാ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നു. സാധിക്കുന്നവർ മുട്ടുകുത്തി നിന്ന് കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യനാഥനെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. അല്പസമയമുള്ള ഏറ്റവും തീക്ഷ്ണമായിട്ട് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക. വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധ കത്തോലിക്ക സഭയെ എല്ലാ വൈദികരെയും സന്യസ്തരെയും ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് എല്ലാവരും ഓർക്കുമല്ലോ. കുമ്പിട്ടാരാധിച്ചിടാം, ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. ആ പൂജിതമാം രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമരരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം, എൻ മനസ്സിൽ നീ നാൾ വാഴേണം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. എൻ മനസ്സിൽ നീ നാൾ വാഴേണം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരേണം, എൻ മനസ്സിൽ നീ നാൾ വാഴേണം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
പരിശുദ്ധ പരമമാ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ കാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഉച്ചസ്വരത്തിൽ ഏറ്റുചൊല്ലുക. എന്റെ ഈശോയെ, എന്റെ ഈശോയെ, അങ്ങ് ഈ ദിവ്യ കൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് ദിവ്യകാരുണ്യ നാഥനെ നോക്കിക്കൊണ്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. വലിയൊരു കൃപയുടെ അഭിഷേകം നമ്മളിലേക്ക് ഒഴുകിയിറങ്ങുവാനായിട്ട് എല്ലാ സമർപ്പിതയെയും സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 18-ാമത്തെ അധ്യായം 1-ാം വാക്യം ഇപ്രകാരം പറയുകയാണ്: കർത്താവേ, എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ നാമവും അങ്ങയുടെ ഓർമ്മയുമാണ് ഞങ്ങളുടെ ഹൃദയാഭിലാഷം. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങേ വലതു കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ഈ വാഗ്ദത്ത വചനത്തിന്റെ അനന്തശക്തിയാൽ തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യം പകരുന്ന അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്തിന്റെ കുളിർമ നൽകി എന്നെ അനുഗ്രഹിച്ചാലും. ഈശോനാഥ, തീക്ഷ്ണമായിട്ട് നിമിഷം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വാത്സല്യ ഭാജനങ്ങളായ സഹോദരരെ, ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും രക്ഷയുടെ ആദ്യഫലമായി നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. പരമപരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും ഹൃദയപരിശുദ്ധിയോടെ ജീവിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ കൃപ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവും നമ്മെ സ്നേഹിക്കുകയും നമുക്ക് തന്റെ കൃപയിൽ നിത്യമാശ്വാസവും നല്ല പ്രത്യാശയും നൽകുകയും ചെയ്ത നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ സത്പ്രവൃത്തികളാലും സത്വചനങ്ങളാലും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. മറുപടിയായിട്ട് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ്, പരിശുദ്ധൻ പരിശുദ്ധൻ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ്, പരിശുദ്ധൻ പരിശുദ്ധൻ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ്, പരിശുദ്ധൻ പരിശുദ്ധൻ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കുകയും അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കുകയും ചെയ്യണമേ. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ്, പരിശുദ്ധൻ പരിശുദ്ധൻ.
നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. അവൻ എന്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരത്തിൽ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭിലഷിക്കുന്നവർ രക്ഷ കണ്ടെത്തും. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവർത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ജ്ഞാനത്തെയും അറിവിനെയും ദൈവമേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഓ ജ്ഞാനദാതാവായ പരിശുദ്ധാത്മാവേ, വചനം ശ്രവിക്കാനും ജീവിക്കാനും പഠിക്കാനും പ്രഘോഷിക്കാനും ധ്യാനിക്കാനും വേണ്ട കൃപാസമൃദ്ധിയിൽ എന്നെ പൂരിതനാക്കുകയും ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന അനുഭവത്തിൽ നിറയുവാൻ കൃപ ചെയ്യുകയും ചെയ്യണമേ. ഒരിക്കൽ കൂടി എല്ലാ വൈദികരെയും സന്യസ്തരെയും ദൈവ തിരുസന്നതയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവിക വിശുദ്ധിയുടെ കൃപയാല് എല്ലാവരും നിറയപ്പെടുന്നതിന് വേണ്ടിയിട്ട് തങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിൽ 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയിട്ട് തടസ്സങ്ങളിലെ തിന്മകളില് ആയിരിക്കുന്നവർക്ക് വിടുതലിന് വേണ്ടിയിട്ട് ശുശ്രൂഷ ജീവിതത്തില് 10 ഇരട്ടി അഭിഷേകത്താൽ നിറയപ്പെടുന്നതിന് വേണ്ടിയിട്ട് ദൈവമേ നിന്റെ കൃപ എല്ലാവരിലേക്കും ഒഴുക്കണമേ. വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ ധീരതയോടെ തമ്പുരാന് സാക്ഷ്യം നൽകുവാനായിട്ട്, മരണത്തിന് നടുവിലും തമ്പുരാനെ പ്രഘോഷിക്കുവാനായിട്ട്, ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് വിശുദ്ധ പൗലോസിനോട് ചേർന്ന് ഏറ്റുപറയുവാനുള്ള വലിയ കൃപയും അനുഗ്രഹവും ദൈവമേ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. ദൈവമേ നിന്റെ കൃപ സമർത്ഥമായിട്ട് ഞങ്ങളിലേക്ക് വർഷിക്കണമേ. കരങ്ങൾ കൂപ്പിയും തീക്ഷണമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. എല്ലാ സമർപ്പിതരെയും ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് നിത്യപുരോഹിതനായ ഈശോനാഥൻ ദിവികാരനാഥന്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധന ആരാധന. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധന ആരാധന.
പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധന ആരാധന ആരാധന. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. ഈശോ മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നാളത്തെ നമ്മുടെ നിയോഗം ജോലി മേഖലയിൽ വിഷമതകൾ അനുഭവിക്കുന്നവർ, ജോലിയില്ലാതെ വലയുന്നവർ, അവരെയാണ് പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകിച്ച് ജോലി മേഖലകളിലുള്ളവർ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട്, ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയാണ് പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സമയം വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സെബസ്ത്യാനോസിൻ്റെ പ്രാർത്ഥനകളും നമ്മളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സാധിക്കുന്നവരെല്ലാവരും മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കാൻ, ഈ നൊവേനയുടെ ലിങ്കൊക്കെ പങ്കുവെച്ച് കൊടുക്കാൻ, ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്കുള്ള സോഷ്യൽ മീഡിയകൾ, വാട്സപ്പ്, ഫേസ്ബുക്ക്, മറ്റ് പല സോഷ്യൽ മീഡിയകളുണ്ട്, അതെല്ലാമായിട്ട് പങ്കുവെക്കുവാനും ബാക്കിയുള്ളവരോട് പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് ആവശ്യപ്പെടുക. അതുപോലെ ഒത്തിരി പേര് നിയോഗം അയക്കുന്നുണ്ട്. സാധിക്കുന്നവരെല്ലാം നിയോഗങ്ങൾ അയക്കുക. എല്ലാവരും നിയോഗങ്ങൾ എഴുതി വെച്ച് ദിവികാരൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്നും പ്രാർത്ഥിക്കുന്നതും ആയിരിക്കും. ഈ സമയം കുരിശുപര ശുശ്രൂഷകൾ അവസാനിപ്പിക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.